ടെക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്ററ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ നിലവിൽ എക്സാം ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമുക്കറിയാം ഏത് കേറ്ററ്റിന്റെ കാറ്റഗറി ആയിരുന്നാലും ശരി, സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമുക്കുണ്ട് അല്ലെ. പലപ്പോഴും സൈക്കോളജി ബുദ്ധിമുട്ടാവുന്ന ആളുകളുണ്ട്, സൈക്കോളജിക്ക് വേണ്ടത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് കേറ്ററ്റിന്റെ എല്ലാ സബ്ജക്റ്റും, നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും ഈക്വൽ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ അടുത്ത സബ്ജക്റ്റിൽ നിന്ന് ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ചില കുട്ടികൾ ചില ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ മാത്രം പഠിക്കും, ബുദ്ധിമുട്ടുള്ള മാറ്റി വെക്കും. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എത്രത്തോളം സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ അത് ഈക്വൽ ആയിട്ട് പഠിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ സൈക്കോളജിയിൽ വന്നിട്ടുള്ളത്, നമ്മൾ സൈക്കോളജിയുമായി ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, സൈക്കോളജിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട്. ഞാൻ അതിനെ ഗോൾഡൻ ടോപ്പിക്കുകൾ എന്നാണ് പേര് പറയുന്നത്. കാരണം ഏത് കേറ്ററ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യം എന്തായാലും വരാറുണ്ട്. ഓക്കെ, അപ്പോ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവര് അല്ലെങ്കിൽ സൈക്കോളജി ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക് ആദ്യം കവർ ചെയ്യാൻ ശ്രമിക്കുക. സിലബസും അതിനോടൊപ്പം കൊണ്ടുവരണം. സിലബസ് മാറ്റി നിർത്തുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ടോപ്പിക്കാണ് ഈ പറയുന്നത്. ഇത് മാത്രം പഠിച്ചു പോകരുത്. പക്ഷെ ഇതിൽ നിന്നായിരിക്കും നിങ്ങളുടെ പഠനം തുടങ്ങേണ്ടത്. ഒട്ടും പഠിക്കാത്ത അല്ലെങ്കിൽ സൈക്കോളജി ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് പോകുക. അങ്ങനെ 10 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ആ 10 ടോപ്പിക്കുകളും അതിന്റെ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡും നമ്മൾ പഠിക്കണം കേട്ടാ. ഒന്നാമത്തേത് ഡിഫൻസ് മെക്കാനിസം ആണ് പറയുന്നത്. ഡിഫൻസ് മെക്കാനിസം നമുക്കറിയാം, സമായോജന തന്ത്രം, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സമായോജന തന്ത്രങ്ങൾ, ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു 10-12ഓളം ഡിഫൻസ് മെക്കാനിസം പ്രധാനമായിട്ട് വരുന്നുണ്ട്. പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, സബ്ലിമേഷൻ, അഗ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു മാനസിക സംഘർഷം വരുമ്പോ, ഒരു മാനസിക ബുദ്ധിമുട്ട് വരുമ്പോ ആ സമയത്ത് നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കാട്ടുന്ന ചില കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഈ 10 ടോപ്പിക്കാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യുക കേട്ടോ. അതല്ല, ഈ ടോപ്പിക്ക് നിങ്ങൾ സ്വയം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്നുള്ളെങ്കിൽ അങ്ങനെ. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം, അപ്പൊ ഇതിന്റെ ചോദ്യങ്ങൾ മെയിൻ ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. കാരണം ഓരോ ഡിഫൻസ്, ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസത്തിന് ഒരു നിർവചനം ഉണ്ടാവും അല്ലെ, ഒരു സ്ഥായിയായ ഭാവം ഉണ്ടാവും. പക്ഷെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം ആയിരിക്കില്ല വരുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം തെറ്റ് വേറൊരാളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആശ്വാസം കണ്ടെത്തുക അല്ലെ. ഇവന്റെ തെറ്റായിരിക്കും, പക്ഷെ ഇവന്റെ തെറ്റ് സമ്മതിക്കാതെ അത് വേറൊരാളുടെ കുറ്റമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആരോപിക്കുക. അതിന് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു നിർവചനം പോലെ പഠിച്ചു വെച്ചു. പക്ഷെ ഇതിനകത്ത് ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യം തന്നിട്ട് എന്ത് ചെയ്യും, അത് ഏത് ഡിഫൻസ് മെക്കാനിസം ആണ് എന്ന് ചോദിക്കുന്ന ഒരു ശൈലി. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെയാണെന്നുള്ളത്. പ്രധാനപ്പെട്ട ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അതിന്റെ ചില ക്ലാസ്സസ് ഒക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട പിയാഷയുടെ തിയറി എന്ന് പറയുന്നത്. സൈക്കോളജിയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു തിയറിയാണ് പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. 4 സ്റ്റേജുകൾ അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. സെപ്റ്റംബർ കോഫി എന്നുള്ള കോഡിലൂടെ നമുക്കതിനെ ഓർത്തു വെക്കാം. സെപ്റ്റംബർ കോഫി കേട്ടാ. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അതുപോലെ തന്നെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ 4 സ്റ്റേജുകൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിന്റെ ഏജ് ഗ്രൂപ്പ് പറയുന്നുണ്ട്, പഠിച്ചു വെക്കണം. ഏജ് ഗ്രൂപ്പ് പഠിച്ചു വെക്കണം. ഓരോ സ്റ്റേജിനും ഓരോ ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ഇനി ആ സ്റ്റേജിൽ വരുന്ന ചേഞ്ചസ് പഠിച്ചു വെക്കണം കേട്ടോ. ആ സ്റ്റേജിൽ വരുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പൊ സെൻസറി മോട്ടോർ സ്റ്റേജിൽ എന്ന് പറയുന്നത് അല്ലെ, 0 to 2 എന്ന് പറയുന്ന ആ ഒരു കാലയളവിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം, ഒരു ചേഞ്ചസ്, കോഗ്നിറ്റീവ് ആയിട്ടുള്ള മാറ്റം എന്താണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത് അല്ലെ, വസ്തു സ്ഥിരത എന്ന് പറയും. അപ്പോ ഇത് എന്താണ്, ഇതിനകത്ത് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേജും അതിന്റെ ഏജ് ഗ്രൂപ്പും അതിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇതിൽ നിന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാകാറുണ്ട്. പിയാഷയുടെ തിയറി എപ്പോഴും കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും വരാറുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠന വൈകല്യങ്ങൾ. കുറെ പഠന വൈകല്യങ്ങൾ ഉണ്ട് അല്ലെ, ഡിസ്കാലിക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം പ്രതീക്ഷിക്കാൻ നിങ്ങൾ അതും പഠിച്ചു വെക്കുക. പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ, കുട്ടിയുടെ വികാസം എങ്ങനെയാണ് എന്നുള്ളത് പറയുന്ന
അവിടുത്തെ അതിന്റെ പ്രത്യേകതകൾ പറയുന്ന എല്ലാം വിശദീകരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ഏരിയ, കുട്ടികളുടെ ഡെവലപ്മെന്റ് ഏരിയ ഉണ്ട്. അതിന്റെ അവന്റെ എന്താണ് ശാരീരികമായിട്ടുള്ള വളർച്ച, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വളർച്ചകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഏരിയയാണ്. പിന്നെ അതിന്റെ പ്രത്യേകതകളും ഇതും ചോദ്യം വരാറുള്ള ഒരു ഏരിയയാണ്. അടുത്തതൊന്നാണ് മാസ്ലോ തിയറി എന്ന് പറയുന്നത്. മാസ്ലോയുടെ തിയറി മോട്ടിവേഷൻ തിയറി ആണ്. ഒത്തിരി മോട്ടിവേഷൻ തിയറി ഉണ്ട്. അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് മാസ്ലോയുടെ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ ഉള്ളിൽ തന്നെ സ്റ്റേജുകൾ എടുത്ത് ചോദിക്കാം. ഇപ്പൊ ഒരു ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഉള്ളിൽ നിന്ന് തന്നെ പല ടേംസുകൾ എടുത്തിട്ട് ഇത് ഏത് തിയറിയാണ് അല്ലെങ്കിൽ ഈ തിയറിയുടെ വക്താവ് ആരാണ് എന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യും പഠിക്കുക. ഇത് അഞ്ചാമത്തെ ഒരു ഗോൾഡൻ ടോപ്പിക് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഡിഫൻസ് മെക്കാനിസം, പിയാഷെയുടെ തിയറി, ലേണിംഗ് ഡിസബിലിറ്റി, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് മാസ്ലോ തിയറി അല്ലെ. ഇനി ആറാമത്താണ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഭാഗം. ഇന്റലിജൻസ് നമുക്കറിയാം, ഒരുപാട് ഇന്റലിജൻസ് തിയറികളുണ്ട്. അതും അതിന്റെ വക്താക്കളും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമ്മുടെ ചാനലിൽ തന്നെ അത് എന്തുണ്ട്, അതിന്റെ ഒരു ക്ലാസ് ഉണ്ട്. നിങ്ങൾ ഒരു നോട്ടും വേണ്ട, ഒന്നും വേണ്ട, ആ ക്ലാസ് ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ കണ്ടാൽ മതി. ഇന്റലിജൻസ് തിയറി ഏതൊക്കെയാണ്, അതിന്റെ വക്താക്കൾ ഏതാണെന്നും ആ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് കോഡ് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. അതുപോലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ചോദ്യം എപ്പോഴും വരാറുണ്ട്. ഈ ഇന്റലിജൻസ് തന്നെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് വരാറുണ്ട്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ്. ദെൻ അടുത്തത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, വ്യക്തിത്വം എന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പല രൂപത്തിലുള്ള മാറ്റങ്ങൾ അല്ലെ. അവിടെ നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറികള്, ഈഗോ, ഇത്, സൂപ്പർ ഈഗോ ഭാഗങ്ങളൊക്കെ പഠിച്ച് കവർ ചെയ്ത് വെക്കേണ്ടത്. അതും ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. ഇതിനൊക്കെ ചോദ്യങ്ങൾ സാധാരണ നിലക്ക് കേരളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ചോദ്യങ്ങൾ കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഗോൾഡൻ ടോപ്പിക് ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ലേണിംഗ് തിയറികൾ നമ്മൾ മാക്സിമം പഠിച്ചു വെക്കുക. പാവ്ലോയുടെ ലേണിംഗ് തിയറി, അതുപോലെ തന്നെ സ്കിന്നറുടെ ലേണിംഗ് തിയറി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. ലേണിംഗ് തിയറിയിൽ കുറെ തിയറികൾ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അവിടെ ബ്രൂണറുടെ ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു തിയറിയിൽ നിന്ന് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ടേംസ് എടുത്തോട്ടോ, അല്ലെങ്കിൽ അത് ആരുടെ തിയറി ആണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ സാധാരണ ഇപ്പൊ നിലക്ക് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 10ാമത്തെ ഒരു ഗോൾഡൻ ടോപ്പിക് ആണ് എറിക്സന്റെ തിയറി എന്ന് പറയുന്നത്. ഈ എറിക്സന്റെ തിയറിയിലും 8 സ്റ്റേജുകളാണ് അവിടെ പറയുന്നത് കേട്ടോ. 8 സ്റ്റേജ് പറയുന്ന എറിക്സന്റെ തിയറി. ഇവിടെയും ഞാൻ നേരത്തെ പിയാഷെയുടെ തിയറി പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഏജ് ഗ്രൂപ്പ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പിന്നെ ആ ഓരോ ഏജ് ഗ്രൂപ്പിലും വരുന്ന മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 8 സ്റ്റേജിൽ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ നിന്നൊക്കെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പോൾ സൈക്കോളജിക്ക് മാർക്ക് നഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചു തുടങ്ങാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൽ മതി, സിലബസിലേക്ക് പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. എന്തിനാണ് ഈ ഗോൾഡൻ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ PYQ ഒക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൂടി ഉണ്ടാവും. ഓക്കെ, ഇത് കിട്ടുന്നുണ്ടല്ലോ, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള രൂപത്തിൽ. സിലബസ് വേണ്ടെന്നല്ല പറയാം, സിലബസ് എന്തായാലും വേണം. പക്ഷെ നിങ്ങൾ ഈ ഒരു പഠനം ഇത്തരം ആളുകൾ, തീരെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, സൈക്കോളജി പഠിക്കാൻ പ്രയാസമുള്ള ആളുകൾ, ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗോൾഡൻ ടോപ്പിക് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതിന്റെ പല ക്ലാസ്സുകളും നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം കേട്ടിട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇതുപോലുള്ള ക്ലാസ്സസും വീഡിയോസും ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ എന്തായിരുന്നാലും ഈ പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് കേട്ടിട്ട് നേടിയെടുക്കാൻ സാധിക്കട്ടെ. അപ്പൊ കൂടുതൽ ക്ലാസ്സുകളുമായി കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.